നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പുതിയ വാർത്തകളും പുതിയ വിവരങ്ങളും ഒക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചിലതൊക്കെ അല്പം ഭയാശങ്കയ്ക്ക് ഇട നൽകുന്നതുമാണ്. അതായത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ 2 ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ ശക്തരായ ചാരന്മാരാണ്. അതുപോലെ തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാൻ CPM ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഉപയോഗിച്ച് ശ്രമം നടത്തുന്നു. കോടതിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഈ SIT അന്വേഷണത്തെ ഇല്ലാതാക്കാൻ ചിലർ ശ്രമിക്കുന്നു തുടങ്ങിയ വാർത്തകൾ, ഒപ്പം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാന പ്രതി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ വലിയ തട്ടിപ്പുകളും മാഫിയ സംഘങ്ങളും റാക്കറ്റുകളും ഉണ്ട്, അന്തർദേശീയ ബന്ധമുള്ള റാക്കറ്റുകളുണ്ട്, അവർക്കൊക്കെ തന്നെ വലിയ രാഷ്ട്രീയമായ സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒരു സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജില്ലാ ജഡ്ജി, ഇദ്ദേഹവും ഇപ്പോൾ ഈ ഒരു ആരോപണ വിധേയന്റെ പട്ടികയിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഉയർന്ന നീതിപീഠത്തിന് കാവൽ നിൽക്കുന്ന ജഡ്ജിമാരടക്കം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരാകുമ്പോൾ ഇതെവിടെ ചെന്ന് നിൽക്കും എന്ന ഒരു ആശങ്ക കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭക്തജനങ്ങൾക്കും ഉണ്ട് എന്ന് പറയാതെ വയ്യ. SITയുടെ ചോദ്യമുനയിലേക്ക് ഒരു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജില്ലാ ജഡ്ജി കൂടി എത്തുന്നു. ശബരിമലയിലെ ഭരണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് നേരെ കണ്ണടച്ചു. ഇവിടെയെല്ലാം കണ്ണടപ്പാണ്. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ കണ്ഠര രാജീവര തന്ത്രിയുടെ സഹായിയായിട്ട് എത്തിയെന്ന് പറയുന്നു. പിന്നീട് കീഴ്ശാന്തിയുടെ സഹായിയായി എത്തിയെന്ന് പറയുന്നു. തന്ത്രിയും അതുപോലെ ദേവസ്വം അധികാരികളും പൂജാരിമാരും അടക്കമുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പല കണ്ണടക്കലുകൾ നടത്തി ഇപ്പോഴിതാ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന സമ്പൂർണ്ണ ഉത്തരവാദിത്വം കൈയാളുന്ന ജഡ്ജി കൂടി ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ സംഭവം കൂടുതൽ സങ്കീർണമാവുകയാണ്. നിയമപരമായി തന്നെ ദേവസ്വം മുദ്രകൾ സുരക്ഷിതം എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വവും കടമയുമുള്ള ഉദ്യോഗസ്ഥനാണ് 2016 മുതൽ 24 വരെ ഈ പദവി വഹിച്ചത്. ഇദ്ദേഹം ഒരു ജില്ലാ ജഡ്ജിയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ഗുരുതരമായ കൃത്യവിലോപം കാട്ടിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ചോദ്യാവലി തയ്യാറാക്കി ഹൈക്കോടതിയുടെ അനുമതിയോടെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനാണ് നീക്കം. മധ്യകേരളത്തിലെ ഒരു കോടതിയിലെ ജില്ലാ ജഡ്ജിയാണ് ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ പേര് വിവരങ്ങൾ കൃത്യമായി തന്നെ പുറത്ത് വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് ശേഷം 2024 ജൂണിൽ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിതനായ ജില്ലാ ജഡ്ജി R ജയകൃഷ്ണനാണ് 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ രഹസ്യമായി ഇളക്കിക്കൊണ്ടുപോയ കാര്യം ഹൈക്കോടതി അറിയിച്ചത്. ഹൈക്കോടതി വിഷയം ഗൗരവത്തിൽ എടുത്തതോടെയാണ് കാലാകാലങ്ങളായി നടന്നുവന്ന സ്വർണ്ണക്കൊള്ള സത്യത്തിൽ പുറത്തായത്. ഇത്തരത്തിൽ ശബരിമല ദൈനംദിന കാര്യങ്ങൾ തിരിച്ചറിയാനും രേഖകൾ, ബോർഡ് തീരുമാനങ്ങൾ പരിശോധിക്കാനും സ്പെഷ്യൽ കമ്മീഷണർക്ക് വിപുലമായ അധികാരമുണ്ട്. അതൊന്നും അദ്ദേഹം ചെയ്തില്ല. മാത്രമല്ല കൃത്യവിലോപമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ, കൊള്ളയും അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും അതിനൊക്കെ തന്നെ കണ്ണടയ്ക്കുന്ന, എന്തായാലും സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യില്ല. നേരത്തെ നമ്മൾ തന്നെ സൂചിപ്പിച്ചു, തന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല. അതുപോലെ സ്പെഷ്യൽ കമ്മീഷണറായ ആ ന്യായാധിപൻ അറിയാതെ ഇതൊന്നും നടക്കില്ല. ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്തേ മതിയാകും. എന്താണ് ഇതിനു പിന്നിൽ സംഭവിച്ചത്? ഇപ്പം ജില്ലാ ജഡ്ജി സ്വർണം എടുത്തുകൊണ്ടുപോയി എന്നല്ല പറയുന്നത്, പക്ഷേ ഈ സ്വർണം എടുത്തുകൊണ്ടുപോയതും ഇതിലൊക്കെ തന്നെ തട്ടിപ്പ് നടത്തിയതും ഇദ്ദേഹത്തിന്റെ കാലത്തും ഇദ്ദേഹത്തിന്റെ അറിവോടെയുമാണ് എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം കൂടുതൽ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിയമിതനായ സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ ആരോപണ വിധേയനാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ചങ്ങല എവിടെ ചെന്ന് എത്തി നിൽക്കും എന്ന് തീർച്ചയായിട്ടും അല്പം കൗതുകത്തോടെയും എന്നാൽ ഭയത്തോടും ആശങ്കയോടും സംശയത്തോടും കൂടി മാത്രമേ ജനങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കൂ.